നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നിഷ ഈസ് 16 years elder to Asha. If 5 years ago Nisha was 3 times as old as Asha, then find Nisha's percentage. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ബേസ് ആയി ഒരു ഏജസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ടോന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. കാരണം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏജസിന്റെ ക്വസ്റ്റ്യൻ എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നോക്കിയാൽ തന്നെ ആൻസർ കിട്ടുന്ന ടൈപ്പാണ്. നമുക്ക് മനസ്സിലാകാത്ത ലോജിക്കുകളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. നമ്മളൊന്ന് മനസ്സിലാക്കി എടുത്താൽ അത്രയും എളുപ്പമാണ് ഈ ടോപ്പിക്കുകളൊക്കെ. ചെയ്യാൻ പറ്റും നോക്കിയേ. എന്താണ് ഇവിടെ പറയുന്നത്? നിഷ ഈസ് 16 years elder to ആശ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആശയേക്കാൾ ഒരു 16 വയസ്സ് അധികം മൂത്തതാണ് ആര്? നിഷ. എന്നുവെച്ചാൽ ആശയേക്കാൾ ഒരു 16 വയസ്സ് എൽഡറാണ് ആര്? നിഷ. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു 5 വർഷം മുമ്പായിരുന്നു ഇവരുടെ ഏജ് പറയുന്നതെങ്കിൽ എന്തായിരുന്നു? നിഷ വാസ് 3 times as old as ആശ. നിഷ എന്ന് പറയുന്നത് ആശയുടെ 3 മടങ്ങ് ആയിരുന്നു. എപ്പോൾ? ഒരു 5 വർഷം മുമ്പ്. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് നിഷ കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പറഞ്ഞ കാലഘട്ടം പറഞ്ഞിട്ടില്ലല്ലോ, ഇത് എപ്പോഴുള്ളതാണിത്? നിഷ ഈ 16 years elder to ആശ എന്ന് പറഞ്ഞൊരു സെന്റൻസ് ഏത് കാലഘട്ടത്തിലാണ്? 5 വർഷം മുമ്പാണോ 5 വർഷത്തിന് ശേഷമാണോ പ്രസന്റ് ആണോ എന്ന് തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും, അയ്യോ ഇത് ഏത് കാലഘട്ടത്തിലാണ്? പക്ഷേ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കാലഘട്ടങ്ങൾ തരാതെയാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ ഏത് കാലഘട്ടമായിട്ട് വിചാരിക്കണം? പ്രസന്റ് ഏജ് ആയിട്ട് വിചാരിക്കണം. അതായത് പ്രസന്റ് കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഡൗട്ട് വരരുത്. അപ്പോൾ ഒന്ന് തന്നിട്ടില്ലെങ്കിൽ അതിനെ എന്തായിട്ട് എടുക്കണം? അത് പ്രസന്റ് ഏജ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഈ പ്രസന്റ് ഏജിൽ നിഷ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആശയേക്കാൾ 16 വയസ്സ് അധികമുള്ള ആളായിരുന്നു. ഇനി നോക്കാം എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന്. ഞാൻ വിചാരിച്ചു ആശയുടെ ഏജ് എത്രയായിട്ട് ഒരു വേരിയബിൾ എക്സ് ആയിട്ട് എടുത്തു. നമുക്ക് വേഗം സാധാരണ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്. വേറെ മെത്തേഡുകളുണ്ട്, പറഞ്ഞു തരാം. ആശയുടെ ഏജ് ഞാനിപ്പോൾ എത്ര എടുത്തു? പ്രസന്റേജ് ഓഫ് ആശ എത്രയായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. എങ്കിൽ പ്രസന്റേജ് ഓഫ് നിഷ എത്രയായിരിക്കും? പ്രസന്റേജ് ഓഫ് നിഷ എത്രയായിരിക്കും? ഒരു എക്സ് പ്ലസ് 16 ആയിരിക്കും. മനസ്സിലായല്ലോ? അതായത് ആശയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 16 വയസ്സ് അധികമാണ് ആർക്ക്? നിഷയ്ക്ക് എന്നാണ് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ അടുത്ത സെന്റൻസിനെ കോഡ് ചെയ്യുന്നു. എന്തായിരുന്നു? നിഷ ഒരു 5 വർഷത്തിന് മുമ്പായിരുന്നു നിഷയുടെ ഏജ് എന്ന് പറഞ്ഞാൽ ആശയുടെ 3 times ആയിരുന്നു. 5 വർഷത്തിന് മുമ്പല്ലേ? ഇപ്പം ആശയ്ക്ക് എത്ര വയസ്സുണ്ട്? എക്സ് വയസ്സുണ്ട്. എങ്കിൽ ഒരു 5 years ago ആണെങ്കിൽ, 5 വർഷത്തിന് മുമ്പ് ആണെങ്കിൽ ഇവരുടെ ഏജിന് എന്തായിരിക്കും സംഭവിക്കുക? ആശയ്ക്ക് ഇപ്പോൾ ഒരു 50 വയസ്സുണ്ടെങ്കിൽ 5 വർഷത്തിന് മുമ്പ് എത്രയായിരിക്കും? 45 ആയിരിക്കും. ഇയാൾക്ക് ഒരു 65 ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 66 ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും? ഒരു 61 വയസ്സായിരിക്കും 5 വർഷത്തിന് മുമ്പ്. എന്നുവെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ ഏജ് എന്ത് ചെയ്യും? ഒരു 5 വെച്ച് കുറയും. കാരണം 5 വർഷത്തിന് മുമ്പുള്ള കഥയല്ലേ. അപ്പോൾ ആശയ്ക്ക് എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 5 വയസ്സ് കുറവായിരിക്കും ആശയുടെ വയസ്സ്. അതുപോലെ തന്നെ നിഷയുടെ വയസ്സോ ഇപ്പം എത്രയുണ്ടോ അതിനേക്കാൾ ഒരു 5 വയസ്സ് കുറവായിരിക്കും 5 വർഷത്തിന് മുമ്പ്. ഈ എഴുതിയ കാര്യം മനസ്സിലായ? 5 വർഷത്തിന് മുമ്പ് 2 പേരുടെ ഏജ് എന്തായിരിക്കും? ഒരു 5 വയസ്സ് കുറവായിരിക്കും ഇപ്പോൾ ഉള്ളതിനേക്കാൾ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉള്ള കാര്യം എന്താ? നിഷ വാസ് 3 times as old as ആശ. നിഷ എന്ന് പറയുന്നത് നിഷയും ഇത് ആശയല്ലേ? അപ്പോഴുള്ള നിഷ എന്ന് പറഞ്ഞാൽ അപ്പോഴുള്ള ആശയുടെ 3 times ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനെ തന്നെ ഇവിടെ 3 എഴുതണം ഇവിടെ 3 എഴുതണം, കൺഫ്യൂഷൻ വരരുത്. നിഷയ്ക്ക് എത്ര വയസ്സുണ്ടോ അത് അപ്പോഴുള്ള ആശയുടെ വയസ്സ് എത്രയാണോ അതിൻ്റെ 3 times ആണ്. അപ്പോൾ ആശയ്ക്ക് എത്ര വയസ്സുണ്ടോ അതിന് 3 മടങ്ങ് എടുത്താൽ എന്താവുള്ളൂ? നിഷയുടെ വയസ്സാവുള്ളൂ എന്നല്ലേ പറയുന്നത്. സോൾവ് ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നു. 3x - 15 is equal to x plus 16 - 5 എന്ന് വെച്ചാൽ എത്രയാ? x plus 11 അല്ലേ? ഇവിടെ 3x ഉണ്ട്, ഒരു x ഉണ്ട്. അപ്പോൾ 2x is equal to 11 plus 15 എത്ര കിട്ടി? നോക്കി ഇവിടെ ഒരു -15 അല്ലേ? -15 അപ്പുറത്തേക്ക് പോയി. അപ്പോൾ എന്തായി? പ്ലസ് 15 ആയി. 15 plus 11 എത്ര കിട്ടി? 26. അപ്പോൾ എത്രയായി? 2x is equal to 26, x is equal to 26/2 എത്ര കിട്ടി? 13 എന്ന് കിട്ടി. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രസന്റ് ഏജ് ഓഫ് ആശയായിരുന്നു. പ്രസന്റ് ഏജ് ഓഫ് ആശ. പ്രസന്റ് ഏജ് ഓഫ് ആശയാണെന്ത്? 13 years. അപ്പോൾ ആശയുടെ പ്രസന്റ് ഇയർ കിട്ടി 13 years. പക്ഷെ നമുക്ക് ആശയുടെ പ്രസന്റ് ഇയർ അല്ല വേണ്ടേ, നമുക്ക് എന്താ വേണ്ടേ? നിഷയുടെ പ്രസന്റ് ഇയർ. അപ്പം നിഷയുടെ പ്രസന്റ് ഇയർ എന്ന് വെച്ചാൽ എത്രയായിരുന്നു? എത്രയാണ് ആശയുടെ ഏജ് അതിനേക്കാൾ 16 കൂടുതൽ. ആശയുടെ ഏജ് എത്രയായിരുന്നു? 13 വയസ്സായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഒരു 16 കൂടുതലായിരിക്കും ആരുടെ പ്രസന്റ് ഇയർ? നിഷയുടെ പ്രസന്റ് ഇയർ. എത്ര കിട്ടും നോക്കാം. 13 plus 16 എത്ര കിട്ടി? 29. അപ്പം നിഷയ്ക്ക് എത്ര വയസ്സുണ്ടാവും? പ്രസന്റിൽ 29 years ഉണ്ടാവും. അതിനൊക്കെ ആശയ്ക്ക് എത്ര ഉണ്ടാവും? 13 years ഉണ്ടാവും. ഒരു 5 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ 13 - 5 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അതുപോലെ തന്നെ 29 - 5 എത്ര കിട്ടി? 24 എന്ന് കിട്ടും. ആലോചിച്ച് നോക്കി, ഒരു 5 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ആശയുടെ ഏജ് എന്ന് പറഞ്ഞാൽ നിഷയുടെ ഏജ് ആവണമെങ്കിൽ എത്ര ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യണം?
ഒരു 3 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യണം. 8 × 3 അല്ലെ 24. നിങ്ങൾ ഈ ലോജിക്കൊക്കെ മനസ്സിലാക്കി വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇപ്പോഴുള്ള ഏജിനേക്കാൾ ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ ആശയുടെ ഏജിന്റെ 3 ടൈംസ് എടുത്താൽ എന്താവുള്ളായിരുന്നു? നിഷയുടെ ഏജ് ആവുള്ളായിരുന്നു. അതല്ലേ ക്വസ്റ്റ്യൻ പറയുന്ന കാര്യം. അപ്പോൾ അത്ര എളുപ്പമാണ് ഈ കാര്യം. അതല്ലാണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലാത്ത റേഷ്യോ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് നോക്കിയേ, ഒരു 5 വർഷം മുമ്പായിരുന്നെങ്കിൽ നിഷയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഓഫ് ആശയായിരുന്നു. പറഞ്ഞു തരാം. ചിലത് പറയുന്നുണ്ട്, നമ്മൾ രണ്ടാം സെന്റൻസ് നോക്കുന്നു. നിഷ ഈസ് 3 ടൈംസ് ആസ് ഓൾഡ് ആസ് ആശ. അതായത് നിഷയും ആശയും എടുക്കുന്നു. നിഷ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഓഫ് ആശ എന്നല്ലേ പറയുന്നത്. 5 years ago. അതായത് ആശയ്ക്ക് ഒരു എക്സ് എടുത്താൽ നിഷ എത്രയായിരിക്കും? 3x ആയിരിക്കും. ആശയുടെ ഏജ് എക്സ് ആണെങ്കിൽ നിഷയുടെ എത്രയായിരിക്കും? 3x ആയിരിക്കും. എന്നുവെച്ചാൽ ആശയുടെ 3 ടൈംസ് ആയിരിക്കും ആര്? നിഷ. ഈ രണ്ട് കാര്യം എഴുതിയത് മനസ്സിലായോ? ആശയ്ക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ 3 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്താൽ ആരുടെ ഏജ് ആവുള്ളൂ? നിഷയുടെ ഏജ് ആവുള്ളൂ. എങ്കിൽ അവരുടെ ഏജിന് ഡിഫറൻസ്, ഇവരുടെ ഏജിന് ഡിഫറൻസ് 3x - x ഡിഫറൻസ് എത്രയായിരിക്കും? നിങ്ങൾ ഇങ്ങനെയും ലോജിക്ക് വെച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഇതിന്റെ ഡിഫറൻസ് എത്രയായിരിക്കും? അതായത് പ്രസന്റ് ഏജിൽ അവരുടെ ഏജിന് ഡിഫറൻസ് എത്രയാണ്? 16 ഇയർ അല്ലേ? നമ്മൾ ഈ പ്രസന്റ് ഏജിൽ അവരുടെ ഏജിന്റെ ഇയർ ഡിഫറൻസ് 16 ആണെങ്കിൽ ഒരു 5 വർഷത്തിന് മുമ്പായാലോ 5 വർഷത്തിന് ശേഷമായാലോ 10 വർഷം കഴിഞ്ഞായാലോ അവരുടെ ഏജിന്റെ ഡിഫറൻസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? എപ്പോഴും അവരുടെ ഡിഫറൻസ് എത്ര തന്നെയായിരിക്കും? 16 ഇയർ തന്നെയായിരിക്കും. അപ്പോൾ 5 വർഷത്തിന് മുമ്പായാലും 5 ഇയർ അഗോ തന്നെയല്ലേ? അപ്പോൾ 5 ഇയർ അഗോ ആണെങ്കിൽ പോലും അവരുടെ ഏജിന് ഡിഫറൻസ് നമുക്ക് എത്ര തന്നെ കിട്ടുള്ളൂ? 16 തന്നെ കിട്ടുള്ളൂ. ഈ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. 5 വർഷത്തിന് മുമ്പായാലും അവരുടെ ഏജിന് ഡിഫറൻസ് എത്രയേ ഉള്ളൂ? 16 ഉള്ളൂ. എങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുന്നു. 3x - x 2x = 16, x = 8 എന്ന് കിട്ടി. അതായത് എക്സിന്റെ വാല്യൂ കിട്ടി 8. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5 വർഷത്തിന് മുമ്പുള്ള ആശയുടെ ഏജ് ആയിരുന്നു. 5 വർഷത്തിന് മുമ്പ് ആശയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 8 വയസ്സുണ്ടായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞതാ. 5 ഇയർ എഗോയിലുള്ള ആശയുടെ ഏജിനെ നമ്മൾ എന്ത് വിളിച്ചത്? എക്സ് എന്ന് വിളിച്ചത്. 5 ഇയർ എഗോയിലുള്ള നിഷയുടെ ഏജിനെ നമ്മൾ എന്ത് വിളിച്ചത്? 3x എന്ന് വിളിച്ചത്. കാരണം അപ്പോഴുള്ള നിഷയുടെ ഏജ് എത്താൻ ആശയുടെ ഏജിനെ 3 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യണമായിരുന്നു. 5 വർഷം മുമ്പ് നിഷയുടെ ഏജ് എത്തണമെങ്കിൽ ആശയ്ക്ക് എത്ര ഏജ് ഉണ്ടോ അതിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തെങ്കിൽ സെയിം ആവുള്ളായിരുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ആശയ്ക്ക് എത്ര ഏജ് ഉണ്ടോ അതിന്റെ 3 ടൈംസ് ആയിരിക്കും ആരുടെ ഏജ്? നിഷയുടെ ഏജ്. ഈ രണ്ട് രീതി എഴുതി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇവിടെ 3 വന്നു ഇവിടെ 3 വന്നു കൺഫ്യൂഷൻ ചെയ്യരുത്. ഇവിടെ ഈക്വൽ സൈൻ ആകണമെങ്കിൽ ആശയുടെ 3 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യണമായിരുന്നു. എന്ന് വെച്ചാൽ ഇയാൾക്ക് എത്ര വയസ്സുണ്ടോ അതിന്റെ 3 ടൈംസ് ആയിരിക്കും ആര്? നിഷയുടെ ഏജ്. അപ്പോൾ ആശയുടെ 5 ഇയർ എഗോയിലുള്ള ഏജ് കിട്ടി 8 എന്ന്. നമുക്കെങ്കിൽ ആശയുടെ പ്രസന്റേജ് കണ്ടുപിടിക്കാം. പ്രസന്റേജ് ഓഫ് ആശ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചറപറ എഴുതുക. ഇത്രയും ചെയ്യേണ്ട. ജസ്റ്റ് ഇവിടുന്ന് +5 ചെയ്ത ആൻസർ കിട്ടും. 5 വർഷം മുമ്പ് ആശയ്ക്ക് എക്സ് ആയിരുന്നു, അല്ല 8 ആയിരുന്നു ഏജെങ്കിൽ പ്രസന്റ് ഏജിൽ എത്രയായിരിക്കും? 8 + 5 ആയിരിക്കും. എത്ര കിട്ടി? 13 കിട്ടി. ഇതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. നമുക്ക് ആശയുടെ അല്ലേ വേണ്ടത്? നിഷയുടെ പ്രസന്റേജ് ആണ് വേണ്ടത്. അതെന്ത് ചെയ്യണം? ഈ 13 കൂടെ ഒരു 16 ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 29 കിട്ടും. ഇത് ഏത് മെത്തേഡിൽ ചെയ്താൽ ആൻസർ കിട്ടും. നിങ്ങൾക്ക് എന്താണോ ഓർമ്മയിൽ വരുന്നത്, ഓർക്കാൻ പറ്റുന്നത് ആ രീതിയിൽ. ഇതല്ലാതെ വേറെ ഒരുപാട് ലോജിക്കുകളുണ്ട്. നമ്മൾ ഏത് രീതി ചിന്തിക്കുന്ന ആ രീതിയിലുള്ള ആൻസറാണ്. അപ്പോൾ നമ്മൾ ഏത് രീതി ചിന്തിക്കാച്ചാലും ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ആൻസറിലേക്ക് എത്തിക്കുക. അതാണ് ആവശ്യം. അപ്പം നിങ്ങൾ ഏത് രീതി ചെയ്യുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി ഏത് രീതി ചെയ്താലും ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ നമുക്ക് വീണ്ടും 1-2 ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും വരാം. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ശരിയെങ്കിൽ ബൈ.